Welcome to Educare. Today's question is fractional knapsack problem is solved most efficiently by which of the following algorithm? Option A backtracking, option B greedy algorithm, option C dynamic programming and option D divide and conquer. Correct answer ഏതാണ്? Correct answer is option B greedy algorithm. ഇനി എന്താണ് ഗ്രീഡി അൽഗോരിതം? ഗ്രീഡി അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റെപ്പിലും നമ്മൾ ലോക്കൽ ഒപ്റ്റിമൽ ചോയ്സ് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഒരു ഗ്ലോബൽ ഒപ്റ്റിമൽ സൊല്യൂഷനിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്പിലും നമ്മൾ എന്ത് ചെയ്യും? ടേക്കിംഗ് ദ ബെസ്റ്റ് ഓപ്ഷൻ നൗ എന്ന പോളിസിയാണ് എടുക്കുന്നത്. ഓരോ സ്റ്റെപ്പിലും ബെസ്റ്റ് ഓപ്ഷൻ, അതായത് ഒപ്റ്റിമൽ സൊല്യൂഷൻ എടുക്കും. എന്നിട്ട് ഫൈനൽ ഒരു ഗ്ലോബൽ ഒപ്റ്റിമൽ സൊല്യൂഷനിലേക്ക് എത്തും. ഏതൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്സ്? ആദ്യം പ്രോബ്ലം ഡിഫൈൻ ചെയ്യുക, എന്നിട്ടത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുക. പിന്നെ ഐഡൻറ്റിഫൈ ദ ഗ്രീഡി ചോയ്സ്, അതിൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ദെൻ മേക്ക് ദ ഗ്രീഡി ചോയ്സ്, അത് എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക ദ ഗ്രീഡി ചോയ്സ് ആൻഡ് അപ്ഡേറ്റ് ദ കറൻറ്റ് സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യുക. ദെൻ റിപ്പീറ്റ് ദ പ്രോസസ്സ്, ഓരോന്നിനും പ്രോസസ്സിൽ റിപ്പീറ്റ് ചെയ്ത് ഫൈനൽ ഒപ്റ്റിമൽ സൊല്യൂഷനിലേക്ക് എത്തുക. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രീഡി അൽഗോരിതംസ് വരുന്നുണ്ട്. ഇത് ഓരോന്നും ഏതിലാണ് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാന്ന് ചോദിക്കും. സെലക്ഷൻ സോർട്ട്, knapsack പ്രോബ്ലം, മിനിമം സ്പാനിങ് ട്രീ, സിംഗിൾ സോഴ്സ് ഷോർട്ടസ്റ്റ് പാത്ത് പ്രോബ്ലം, ജോബ് ഷെഡ്യൂളിംഗ് പ്രോബ്ലം, പ്രൈംസ് മിനിമൽ സ്പാനിങ് ട്രീ അൽഗോരിതം, ക്രൂസ്കൽസ് മിനിമം സ്പാനിങ് ട്രീ അൽഗോരിതം, ഡിക്സ്ട്രാസ് മിനിമം സ്പാനിങ് ട്രീ അൽഗോരിതം, ഹഫ്മാൻ കോഡിംഗ് ആൻഡ് ഫോർഡ് ഫോക്കേഴ്സൺ അൽഗോരിതം. ഇത്രയും വരുന്നത് ഗ്രീഡി അൽഗോരിതത്തിൽ പെടുന്നതാണ്. ഓക്കെ, താങ്ക് യു.